ഗൈസ്, സുഖമില്ല. 2 മാസമായി പനിയായിട്ട്, പനിയും ചുമയല്ലോ, ലീവില്ല എന്നാലും. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പം ഒരു ഹോട്ടലിൽ കയറിയിട്ട് അഫ്ഗാനിൻ്റെ ഹോട്ടലാണ്. കപ്സ വാങ്ങിച്ചു 12 റിയാലാണ്. കോഴിയുണ്ട്, സലാഡുണ്ട്, ഉള്ളിയുണ്ട്, നല്ല ചട്നിയുണ്ട്, അടിപൊളി ചട്നിയാണ്, നല്ല എരിവുണ്ട് സാർ. തൂക്കടായിട്ട് ഭയങ്കര ക്ഷീണമായി. 4 കിലോ കുറഞ്ഞു, 5 ദിവസത്തേക്ക് 4 കിലോ കുറഞ്ഞു. അത് സാറില്ല, ഒരാഴ്ചക്കുള്ളിൽ 4 പേർ 8 ചോറ് ബാക്കിയാവുന്ന തോന്നുന്നു, എന്നാലും ഫുള്ള് വെക്കേണ്ടി വരും. ബാക്കിയാക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ആടും പശുവല്ലേ പുല്ലുന്നൊരു ഇവിടെ ജനങ്ങളാ വന്നില്ലേ. ഇൻഷുറൻസ് ഉണ്ടായതുകൊണ്ട് ചെറിയ പൈസ ആയിട്ടും 39 റുപ്യ ആയിട്ടും, ടോട്ടൽ 39 റുപ്യ ആയിട്ടും. അതിൽ ആവി എടുത്ത് മരുന്ന് ഇഷ്ടംപോലെ മരുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. മരുന്ന് 1 2 3 4 5 ഇതെല്ലാം മരുന്നുണ്ടാ. ഇതെല്ലാം ഇപ്പോൾ കഴിക്കണം. ഇത് കഴിക്കുമ്പോൾ 4 ഇനം കൂടും. 2 ഇനം കുറഞ്ഞതിന് 4 ഇനം കൂടുതൽ. ബട്ടട്ട ബോസ് ചട്നി ഇഷ്ടപ്പെട്ടിട്ടാ. ചട്നി സൂപ്പറാണ്. ഈ ഉള്ളി ഒന്നും കൊളസ്ട്രോളൊന്നും ഉണ്ടാവില്ല. എനിക്ക് കൊളസ്ട്രോളില്ല, ഷുഗറില്ല, പ്രഷറില്ല, ഒന്നുമില്ല, എല്ലാം നോർമൽ. ഞാനത്ര ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഭത്ത കഴിക്കാറില്ല, ഷുഗറുണ്ടായതുകൊണ്ട്. ചുവന്ന മുട്ടച്ചോറ് കഴിക്കില്ല, ഭരിക്ക കഴിക്കില്ല, നില നെയ്ച്ചോറ്, ഇത് ബിരിയാണി, മുട്ടച്ചോറ് കഴിക്കില്ല. അപ്പോൾ അതെല്ലാം കൊണ്ട് അൽഹംദുലില്ലാ അത് കാര്യമായ അസുഖമൊന്നുമില്ല, എല്ലാം നോർമലില്ല. അതന്നെ ഏറ്റവും വലിയ വിജയം. ഈ 57ാമത്തെ വയസ്സിലും അൽഹംദുലില്ലാ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണം. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യേണ്ടി വരും. അമ്പത്തേഴാം വയസ്സിലും പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നു. അതുകൊണ്ട് മെയിൻ അസുഖമൊന്നും ഉണ്ടാവില്ല. ഈ ചുമ, കാലാവസ്ഥൻ്റെ ചുമയാണ്ട്, തണുപ്പല്ല, അതിൻ്റെ ചുമയാണ്. അത് കുറച്ച് നിൽക്കാനില്ല. റൂമിൽ അവർക്കൊരു ശല്യമാവില്ല ചുമക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം കൊണ്ട് കാണിച്ചതല്ല. ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ കാണിക്കില്ലല്ല. നല്ല മുളകുണ്ട്, മുളക് കപ്സൊക്കെ മുളക് വേണം, എരിവില്ലല്ല.
ദുബൈയിൽ കഫ്സ വലിയ അറിയപ്പെടുന്നില്ല. സൗദിയിൽ തൊട്ടയിലും മുട്ടയിലും കഫ്സ തന്നെ. ഭാര്യ ഭർത്താവിനോട് ചോദിച്ചാലും കഫ്സ തന്നെ, ഭർത്താവ് ഭാര്യനോട് ചോദിച്ചാലും കഫ്സ തന്നെ. സൗദിയിൽ കഫ്സൻ്റെ ഒരു കളി തന്നെ. താടി എടുത്തിട്ടാണ് ചോദിച്ചാൽ സൂലാണ്ട് താടി എടുത്തിട്ടാണ്. ഇൻഷാ അല്ലാഹ് നാളെ എടുക്കണം. നാളെ താടി എടുക്കണം. താടി എടുത്താൽ ഒരു ഗുമ്മുണ്ടാവും. മമ്മൂട്ടി ലുക്ക് വേണമെങ്കിൽ ഷേവ് ചെയ്യണം. ഇനി നേരെ റൂം പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അത്തായൊന്നുമില്ല. അത്തായപ്പോൾ 2 ദിവസം കഴിക്കാതെ റൂമിൽ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാം. വയലഫുള്ളായിട്ടാ, വയലഫുള്ളായി. നമ്മളെ കൂടെ ചെറിയ കൂടലല്ലേ. അപ്പോൾ എല്ലാവരും യൂട്യൂബിനെ സഹായിക്കണം. അസ്ത്രമില്ല. സംഭവം തമാശക്കാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഇന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വല്ല പാവപ്പെട്ട വീടില്ലാത്തവർക്കോ പാവപ്പെട്ട പെൺകുട്ടികൾക്കോ കൊടുക്കാമല്ലോ. അവർ സഹായമല്ല നമ്മളെ കൊണ്ട്. നമ്മളെ കയ്യിലില്ലെങ്കിലും അങ്ങനെ കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പാവങ്ങളെ സഹായിക്കാമല്ലോ. അതന്നെ ഏറ്റവും വലിയ ഹൈറല്ലേ. എല്ലാവരും യൂട്യൂബിൽ സഹായിച്ച് അസ്ത്രമല്ല കാണുന്ന ലൈക്കെല്ലാം അടിച്ച് ബെല്ലോട്ടെല്ലാം അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് വിജയിപ്പിക്കണം. നല്ല വിജയിക്കും. നിങ്ങളുടെ ഒരു വിജയമാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച 2 വെള്ളിയാഴ്ച ഒരു പായസം ഇട്ടിരുന്നു. കടയിലുണ്ടാക്കിയ പായസം, സേമിയ പായസം. ബാബാ ഭയങ്കരം വ്യൂ ആണ്. 430 440 വ്യൂ കിട്ടിയത്. അപ്പം യൂട്യൂബ് കാണുന്ന എല്ലാ പ്രവാസികൾക്കും, പ്രത്യേകിച്ച് ജപ്പാനിൽ കുറേ ആളുണ്ട്, എൻ്റെ മരുമക്കളുണ്ട്. അതുപോലെ തന്നെ കുവൈത്തിലുണ്ട്, എൻ്റെ ഏട്ടൻ്റെ മക്കളുണ്ട്, സൗദിയിലുണ്ട്. എൻ്റെ മഹലിലെങ്കിലും വേറെ മഹലിലാണ്. ദുബൈയിൽ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ബന്ധുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് ദുബൈയിൽ. നെയ്ഫിൽ, ദേരിയിൽ, ഫ്രിഡ്ജിമറാട്, അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. നെക്കിയിൽ, ഷാർജ റോളയിൽ, അല്ലെങ്കിൽ സനായിലുണ്ട്, റാസൽ കൈമിലുണ്ട്. എൻ്റെ ഏട്ടൻ്റെ മക്കൾ കുഴപ്പമില്ല. അവർക്ക് സ്റ്റിക്കറിൻ്റെ പണിയാണ്. അൽഹംദുലില്ലാ. എൻ്റെ ഏട്ടൻ്റെ മോനുണ്ട് ഷെരീഫ്. എനിക്ക് മോനെന്നെ, എൻ്റെ പൊന്നുമോനത് ഷെരീഫ്, PK ഷെരീഫ്. എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓനോട് ഇഷ്ടമാണ്. പക്ഷേ കുടുംബത്തിലെ എല്ലാവരോടും എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തത്താറിനോടും എല്ലാവരോടും ഇഷ്ടമാണ്. റിയാസിനോട്, സുബീറിനോട്, യൂനിസിനോട് എല്ലാവരോടും ഇഷ്ടമാണ്. കുടുംബക്കാർ മൊത്തം പോയക്കാര തലവാടിൻ്റെ കുടുംബക്കാരെന്ന് വെച്ചാൽ എല്ലാവരോടും ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് ഷെരീഫിന് ഒരു പ്രത്യേകമായ ചെറുപ്പം മുതൽ സ്നേഹമാണ്. ഷെരീഫിനോടും അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഏട്ടൻ്റെ മോളുണ്ട്, വഹീദ എന്നിട്ട്. അവർ കാന്താരി തന്നെ. അവളോടും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവളൊരു അനിയത്തിയുണ്ട്, റംല. അവൾ
നമ്മളെ സ്വന്തം ജീവനാണ്. നല്ല മുത്താണ് എൻ്റെ ഏട്ടൻ്റെ മോള്. അവളെ എപ്പാന്ന് വിളിക്കും. ബാക്കിയാക്കാൻ കഴിയില്ല. ബാക്കിയാക്കാൻ നഷ്ടമല്ലേ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ല. ബാക്കിയാക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇതെല്ലാം ഫ്രീയാണ്. നമുക്ക് ഫ്രീ അല്ലേ, നമുക്ക് ഉപയോഗിക്കാന്ന്. എരിവാന്ന്. മനസ്സില്ല പോകുന്നില്ല കേട്ടോ. ഒരു 3 പിടിയുണ്ട്. പോകുന്നു തോന്നുന്നു. നോക്കാം. നല്ല ക്ലിയർ, നല്ല അടിപൊളി ഒട്ടുണ്ടോ 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 നല്ല അടിപൊളി ഒട്ടോ. അത് ഫാമിലി ഓർമ്മ. ചട്നി ബാക്കി. അപ്പം കയ്യേറ്റ് വെച്ചിട്ടാ. എരിവുണ്ട്. മുളക് നല്ല എരിവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.